ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ഹൗ ദ സ്ക്വിറൽ ഗോട്ട് ദ സ്പ്രൈസസ്. സെക്കൻഡ് യൂണിറ്റ് ആണ് അല്ലേ, യൂണിറ്റ് ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2. സെക്കൻഡ് വൺ എന്നാണ് ഹൗ ദ സ്ക്വിറൽ ഗോട്ട് ഹിസ് സ്ട്രൈപ്സ് എന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദ ലെസൺസ്, ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്, അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ സ്ക്വിറൽ how the squirrel got his stripes. How the squirrels got the stripes. അതായത് നമ്മളെ സ്ക്വിറലിനെ അറിയാം അല്ലേ, അണ്ണാരക്കണ്ണ്. ആ അണ്ണാനെ എങ്ങനെയാണ് പുറത്ത് 3 ലൈൻസ് വന്നു എന്നുള്ള പ്രോസ് ആണ് ഏതെന്ന് പറയുന്നത് സ്ക്വിറൽ ഹൗ ടു ദ ടൈറ്റിൽ എന്നുള്ള ഈ ഹൗ ദ സ്ക്വിറൽ ഗോട്ട് ഹിസ് സ്ട്രൈപ്സ് എന്നുള്ള ഈ ചാപ്റ്ററിൽ വരുന്നത്. ദ സ്റ്റോറി ഈസ് ഷോർട്ട് മെത്തോളജിക്കൽ സ്റ്റോറി ടേക്കൺ ഫ്രം രാമായണ. ഈ കഥ എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? രാമായണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇറ്റ് ടെൽ us how the squirrel came to get the stripes on his body. നമ്മുടെ സ്ക്വിറലിനെ അണ്ണാനെ എങ്ങനെയാണ് പുറത്ത് 3 ലൈൻസ് വന്ന് എന്നുള്ളതാണ് ഈ സ്റ്റോറി പറയുന്നത്. വൺസ് ലോർഡ് രാമ വിഷിംഗ് ടു ക്രോസ് ദ സീ ആസ്ക്ഡ് ഹിസ് ആർമി ഓൺ മങ്കീസ് ബിൽഡ് ടു ബ്രിഡ്ജ് ഫോർ ഹിം. ഫസ്റ്റ് രാമായണത്തിൽ നമ്മൾ കേട്ട കഥകളാണ്. അതായത് ലങ്കയിൽ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാമൻ ആരുടെ സഹായം തേടിയിരുന്നു? കുരങ്ങന്മാരുടെ സഹായം തേടിയിരുന്നു. അങ്ങനെ കുരങ്ങന്മാരുടെ സഹായത്തോടുകൂടി കടൽ മുറിച്ച് കിടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കെട്ടുകയാണ്? പാലം കെട്ടുകയാണ്. അപ്പം ദർ വാസ് എ സ്മോൾ സ്ക്വിറൽ ടു. അതിലെന്തുണ്ട്? ചെറിയ അണ്ണാരക്കണ്ണൻ ഒരു ദിവസം വന്നു. വെൻ ഹി ഹേർഡ് അബൌട്ട് ദ ബ്രിഡ്ജ്, അവൻ എന്ത് കേട്ടു? ഈ സ്ക്വിറൽ ബ്രിഡ്ജ് കെട്ടുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞു വന്നതായിരുന്നു. അവൻ എന്ത് ചെയ്തു? ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഹി ലവ്ഡ് ലോർഡ് രാമ സോ മച്ച് ദാറ്റ് ഹി വാണ്ടഡ് ടു സംതിങ് ഫോർ ഹിം. അവൻ എന്ത് ചെയ്തു? അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. രാമനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അവൻ എവിടെ വരുന്നത്? ഈ ബ്രിഡ്ജ് കെട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ക്വിറൽ വരുന്നത്. വൺ ഡേ ഹി കെയിം ഇൻ ദ പാത്ത് എ ബിഗ് മങ്കി ക്യാരിങ് എ ബിഗ് സ്റ്റോൺ. ഇവൻ ഒരു ദിവസം കാണുന്നത് തന്നെ, ഇവൻ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോഴേ ആ ബ്രിഡ്ജിൽ കാണുന്നത് തന്നെ എന്താണ്? ഒരു വലിയ മങ്കി ആ സ്റ്റോണും എടുത്ത് പോവുകയാണ്. ക്യാരിങ് ചെയ്തിട്ട് എ ബിഗ് സ്റ്റോൺ എടുത്ത് പോവുകയാണ്. അപ്പോൾ ഇവന് പേടിയുണ്ട്, ഇവനെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. ഇൻ ഓർഡർ ടു സേവ് ഹിം ദ മങ്കി ഹാഡ് ടു മൂവ് വൺ സൈഡ് ആൻഡ് വൈൽ ഡൂയിങ് ടു നിയർലി ട്രിപ്പിഡ്. ഇവൻ മങ്കീസ് ഈ വലിയ പാറ കഷ്ണങ്ങൾ എടുത്ത് പോകുമ്പോഴും ഇവന് പേടിയുണ്ട്, എന്നെക്കൊണ്ട് ഇത്രയും ചെറിയ ഹെൽപ്പുകൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടാണ് ഇവൻ്റെ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന ചെറിയ ഇതെടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്ക്വിറൽ എടുത്ത് പോവുകയാണ്. ഹി വാസ് വെരി ആംഗ്രി ആൻഡ് ആസ്ക്ഡ് സ്ക്വിറൽ വാട്ട് വാസ് ഡൂയിങ് ദ മങ്കി മൂവ് ടു വൺ സൈഡ് ആൻഡ് വൈൽ ഡൂയിങ് സോ ഹി നിയർലി ട്രിപ്ഡ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു കുരങ്ങൻ എന്നെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇങ്ങനെ വഴി മുടക്കി നിൽക്കുന്നത് എന്താണ്? നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഇത്ര ചെറിയ നീ എന്തിനാണ് ഈ കല്ലൊക്കെ എടുക്കുന്നത്? പറഞ്ഞിട്ട് ഒരു മങ്കി സ്ക്വിറലിനോട് ചൂടാവുകയാണ്. വെൻ ഹി ഹേർഡ് ദ സ്ക്വിറൽസ് ആൻസേഴ്സ് ഹി വാസ് വെരി ആംഗ്രി ആൻഡ് സ്ക്വിറൽ വാസ് ഹീസ് ഡൂയിങ് വെൻ ഹി ഹേർഡ് ദ സ്ക്വിറൽസ് ആൻസർ he told him that his effort were useless. പിന്നെ ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം ഇവൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് വെറുതെ ആയി പോകുമോ എന്നുള്ള വിഷമത്തോടു കൂടി. എന്നാൽ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവൻ കഴിയുന്നത് പോലെ ഇവൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ചെറിയ കല്ലുകൾ എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ബട്ട് ദ സ്ക്വിറൽസ് അൺമൈൻഡ്ഫുൾ ടു ദ മങ്കീസ് വേർഡ്സ്. സ്ക്വിറൽ എന്ത് ചെയ്തത്? മൈൻഡ് ചെയ്യാതെ തന്നെ ആ ഇതൊക്കെ മങ്കീസിൻ്റെ അടുത്ത് ഒന്ന് കാണാതെ തന്നെ തിരിച്ചുകൊണ്ടുപോകാൻ continue to carry to the purpose. One day another monkey saw him. ഇവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ദിവസം, പിറ്റേത്തെ ദിവസങ്ങളിലൊക്കെ ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മങ്കി ഇത് കാണുകയാണ്. ഹി വാസ് സോ അനോയ്ഡ് ദാറ്റ് ലിഫ്റ്റഡ് ബൈ ഹിസ്. ഈ മങ്കി എന്ത് ചെയ്ത് ഇവനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു. കല്ല് ഇവനെ കൂടി സഹായിച്ചുകൊണ്ട് അവൻ ഹെൽപ്പ് ചെയ്യുകയാണ്. ഹി സ്ട്രോക്ക്ഡ് ഹിം ജെന്റലി ടു ബാക്ക് put him aside. He loving strokes in fingers. The squirrel landed in Lord Raman's hands. The Lord directed by his love. അപ്പോൾ ഇവനിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനൊരു കല്ല് ഇങ്ങനെ എടുത്തിടുമ്പോൾ എന്ത് ചെയ്താണ്? ആ ബാക്കിൽ രാമ വന്നിട്ട് ഇവൻ്റെ പുറത്ത് ഈ കല്ലെടുത്ത് കൊണ്ടിടുമ്പോൾ രാമ വന്നിട്ട് ഈ സ്ക്വിറലിൻ്റെ ബാക്കിൽ 3 ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ തൊടുകയാണ്. അങ്ങനെ സ്ക്വിറൽസിൻ്റെ എന്ത് ചെയ്യാണ്? ലോർഡ് രാമയുടെ ഹാൻഡ് ഇങ്ങനെ പുറത്ത് 3 ലൈൻസ് ആയിട്ട് വരികയാണ്. ലോർഡ് രാമ വാസ് ടച്ച്ഡ് ബൈ ഹിസ് ലവ് ഫോർ ഹിം. അത് രാമൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ സ്ക്വിറലിൻ്റെ പുറത്ത് ആ 3 ലൈൻസ് ഉള്ളത്. ഈ സ്ട്രോക്ക്
him gently to the back, put him aside. The loving strokes of fingers left permanent mark on the squirrel's body in the form of strips. ആ സ്നേഹത്തിൽ രാമൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ 3 ലൈൻസ് എപ്പോഴും സ്ക്വിറലിൻ്റെ പുറത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ സ്റ്റോറിയിൽ പറയുന്നത്. ഇതിലെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കഥയിലത്തെ ഇതിലത്തെ മെയിൻ എന്ന് പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും എന്ത് ചെയ്യണം, കൺസിഡർ ഹേഴ്സെൽഫ്. അത് എത്ര വീക്കായിട്ടുള്ള മനുഷ്യനായാലും നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൺസിഡർ ചെയ്യുക. ഗോഡ് ലവ്സ് എല്ലാ വ്യക്തികൾക്കും, ഈ ഭൂമിയിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനും ഇതാണ് ഗോഡിൻ്റെ ലവ് ഉണ്ടാവും. അല്ലെങ്കിൽ ബിഗ് ആയാലും സ്മോൾ ചെറിയതായാലും വലിയവനായാലും ആ ഗോഡിൻ്റെ കഴിവിലുള്ളതാണ് ഓരോ ക്രിയേച്ചറും എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഇതിൽ കിട്ടുക. സ്ക്വിറൽസ് എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിതിൽ നമ്മളൊരു കാര്യത്തിനോട് ചെയ്യുന്ന സിൻസിയറും എഫേർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് തരും, ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് തരും. അതൊരിക്കലും നമുക്ക് എന്താവില്ല, വേസ്റ്റ് ആവില്ല. അപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും അത് സിൻസിയർ ആയിരിക്കണം, അത് എഫേർട്ട് ഉള്ളതുമാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിൽ അല്ലെ നമ്മുടെ ലൈഫിൽ എന്തുണ്ടായിരിക്കും, എന്നും നിലനിൽക്കുന്നതായിരിക്കും. വി ഷുഡ് നോട്ട് ബുള്ളി ടു മേക്ക് ഫൺ ഓഫ് എനി വൺ. അതാണ് അതിൻ്റെ സ്റ്റോറീൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ മിത്ത് എന്ന് പറയുന്നത് സ്റ്റോറിയുടെ ഇതെന്ന് പറയുന്നത് ബിലീഫ്, അതായത് വിശ്വാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് അത്ര നോക്കണ്ടോ, അത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഇതിലുള്ളത്. ഇതിലും ഗ്രാമർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പാരഗ്രാഫ് വൈസിലാണ് കാണുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ